നമസ്കാരം ഗൈസ്, നമ്മളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈറ്റ് ആൻഡ് ട്രാവൽ ബൈ അഖിൽസേഷൻ്റെ ഏറ്റവും പുതിയൊരു വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓണം വരവായി, ഓണത്തിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭം തുടങ്ങി. നമ്മൾക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാലട പായസം. അപ്പോൾ പാലട പായസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാലേനും അതിൻ്റെ ഒരു എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിവാക്കിയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് പാലും പാൽപ്പൊടിയൊക്കെ വെച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ നോക്കണം. ആ കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് നമുക്ക് പാലട പായസം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കൊറോണയാണ്, എല്ലാവരും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, എങ്കിലും നമ്മൾക്ക് കാണാൻ പറ്റും, ഓണം ഉണ്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓണം എല്ലാവരും വീട്ടിൽ ഇരുന്ന് ആഘോഷിക്കാനുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ആരംഭം എന്നുള്ള രീതിയിൽ ഞങ്ങളും ഒരു പായസം വെച്ച് തുടങ്ങുവാണ്. ഇനി അങ്ങോട്ട് ഓണത്തിൻ്റെ സ്പെഷ്യൽ വെറൈറ്റീസ് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഓണം തുടങ്ങല്ലേ? അപ്പോൾ നമുക്കിന്ന് പാലട പായസം ഉണ്ടാക്കി നോക്കാം. നമ്മൾ കണ്ടൻസ് മിൽക്ക് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 1/2 കിലോ നമ്മൾ പാലട, റൈസ് പാലട, അതായത് അരി വെച്ചിട്ടുള്ള പാലടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതെടുത്തിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഇടുക. 1/2 കിലോ പാലട അതിലേക്ക് ഇടുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക. അത് അതിലിരുന്ന് വെന്തോളും. അപ്പോൾ നമ്മൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അട നമ്മളുടെ വെന്ത് വരുന്നുണ്ട്, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മളുടെ ചെമ്പ് അല്ലെങ്കിൽ നിങ്ങൾ പായസം വെക്കുന്ന പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 കയ്യിൽ വെള്ളം ഒഴിക്കുക. അത് പാൽ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയെടുത്ത പാലിൻ്റെ ബാക്കിയുണ്ട്. അത് ഏകദേശം ഒരു 3/4 ലിറ്റർ, അല്ലെങ്കിൽ മൊത്തത്തിൽ 3/4 ലിറ്റർ. ഇതൊരു 1/4 ലിറ്റർ പാലുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പം അങ്ങനെ മൊത്തത്തിൽ 3/4 ലിറ്റർ, അതായത് ഒരു 1/2 ലിറ്റർ കവർ പാലും പിന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി എടുത്ത പാലിൻ്റെ ബാക്കിയും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അട ഇവിടെ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്, ഒരു ഹാഫ് കുക്കിഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇനിയാണ് നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഘട്ടം. നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചാൽ ഹാഫ് കുക്കഡാക്കി വെച്ചിരിക്കുന്ന അട എടുക്കുക. നമ്മളുടെ ചൂടാക്കിയ പാലിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ആണിത്. ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ കൊഴുപ്പ് ഉണ്ടോ. എക്സാക്റ്റ് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് പോലെ നമ്മുടെ മിൽക്ക് മെയ്ഡ് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ അടുത്തൊരു ടെക്നിക്കാണ്. ഇത് കോൺഫ്ലവർ കലക്കിയതാണ്. അപ്പോൾ കോൺഫ്ലവർ കലക്കിയത് നമ്മൾ പായസത്തിലേക്ക് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വേറൊന്നും വേണ്ടിയിട്ടല്ല, നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിലേ ആ പായസത്തിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി വെച്ചിങ്ങനെ ആഡ് ചെയ്യാം. കോൺഫ്ലവറിന് പകരം നമുക്ക് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്താലും മതി. നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പായസം ഇപ്പം റെഡിയാവും. പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പാൽപ്പായസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടപ്രധാനമായിട്ട് ഏതോ ആവട്ടെ നമ്മൾ കൈയെടുക്കാന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം പാൽപ്പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല കൊഴുപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മധുരവും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്. നമ്മളിതിൻ്റെ അടുത്ത് ചേർക്കുമ്പോൾ ഒരു ലേശം ഉപ്പാണ് പൊടിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ലേശം ഉപ്പ് ആഡ് കൊടുക്കാം. രണ്ട് ഇളക്കാം. അവസാന ഘട്ടത്തിലേക്കാണ് നമുക്ക് വേണ്ടത്. ഈ പായസത്തിന് കുറച്ച് കളർ കിട്ടണം, ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുക. പഞ്ചസാര എടുത്തിട്ട് അത് കാരമലാക്കുക. കാരമലൈസ് ചെയ്തിട്ട് അത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ പായസം ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ സംഭവം കുറച്ച് കട്ട പിടിച്ചു പോകും. ഈ കാരമൽ പഞ്ചസാര ഒഴിക്കുമ്പോൾ കുറച്ച് കട്ട പിടിച്ചു പോകും. കട്ട പിടിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഇളക്കി കഴിയുമ്പോൾ അത് അലിഞ്ഞോളും. എന്നാലും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിക്കണതിന് കൂടെ തന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പായസം വൈറ്റ് കളർ, നമുക്ക് നോക്കിയറിയാം വൈറ്റ് കളറാണ്. നമ്മൾ ഈ കാരമൽ ആഡ് ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ ഈ പായസത്തിൻ്റെ കളർ കുറച്ച് ചേഞ്ച് ആവും. നമുക്കത് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇതെന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമ്മളുടെ പാലട പായസം ഉണ്ടാക്കാനുള്ള ടെക്നിക്കാണ്. പായസം ഒഴിക്കുക, ഒരു പപ്പടം എടുക്കുക, കുടിക്കുക. പപ്പടം നല്ലോണം കുഴച്ചിട്ട് ഇതേ ഇങ്ങനെ എടുക്കുക. അടിപൊളി. എന്നാലും നമ്മുടെ പാലടം സൂപ്പറായിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ കിടക്കുക ചെയ്യണം. അപ്പോൾ ഓണത്തിന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കപ്പെടുന്ന പോലെ നമ്മളുടെ വീഡിയോ നിങ്ങൾ കമൻസ് അറിയിക്കുക, റിവ്യൂസ് ചെയ്യുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മളുടെ ഓണം ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അടുത്ത വിഭവങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു മനോഹരമായ ഒരു ഓണാശംസകൾ നേരുന്നു.